ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും, പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും യൗവനക്കാർക്കും കുഞ്ഞുകുട്ടികൾക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. സ്തോത്രം. നിങ്ങൾ സുഖമായിരിക്കുന്നുവോ? കർത്താവിന് സ്തോത്രം. ഇത് ഞാൻ വ്യക്തിപരമായി നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമായിട്ട് ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുമെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പ്രിയ സഹോദരിയോട് ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് പ്രവാചകനായ ഏലീശ ചോദിച്ചു, സുഖമായിരിക്കുന്നുവോ? ഭർത്താവ് സുഖമായിരിക്കുന്നുവോ? ബാലന് സുഖമുണ്ടോ? സ്തോത്രം. നമ്മുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. സുഖമായിരിക്കുന്നുവോ? ഭർത്താവിന് സുഖമാണോ? ബാലൻ സുഖമായിരിക്കുന്നുവോ? ഈ സുഖമായിരിക്കുമെന്ന് ചോദിച്ച ബാലൻ മരിച്ചവനായി ഒരു കട്ടിലിൽ കിടത്തിയിട്ടാണ് ഈ സ്ത്രീ പ്രവാചകന്റെ അടുക്കൽ വന്നിരിക്കുന്നത്. ആ സ്ത്രീയുടെ ഉള്ള് ഒന്ന് പെടഞ്ഞു കാണും അല്ലേ? അവൾ പൊട്ടിക്കരഞ്ഞു കാണും. എന്ത് സുഖമല്ലേ! മരണക്കിടക്ക കണ്ടിട്ടാണ് ആ സ്ത്രീ വന്നിരിക്കുന്നത്. പക്ഷെ അതറിഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ പ്രവാചകനോട് ചോദിച്ചു, മോളെ, നിനക്ക് സുഖമാണോ? ഭർത്താവിന് സുഖമാണോ? എൻ്റെ ആ കൊച്ചുമോൻ, അവൻ സുഖമായിരിക്കുന്നുവോ? നമ്മുടെ എല്ലാവരെയും ക്ഷേമം അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ വേദനകൾ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ ശരിയായി അറിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു അങ്ങ് സ്വർഗത്തിന്റെ സീമകൾക്കപ്പുറത്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ വേദനകളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ കടബാധ്യതകളിൽ, എന്തിന് നമ്മുടെ ഒരു നെടുവീർപ്പ് പോലും കാണുന്ന ഒരു ദൈവമുണ്ട് ഇല്ലേ? ഇടയ്ക്ക് ചിലപ്പോൾ നെടുവേർപ്പെടും അല്ലേ? ശ്വാസം ഒന്ന് വലിച്ചുവിടും. പുറമേ ശ്വാസം വലിച്ചു വിടുമ്പോഴും അതിൻ്റെ ഉള്ളിൽ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കർത്താവേ, കടമുണ്ടല്ലോ, പലിശ കൊടുത്തില്ലല്ലോ, കൊച്ചിൻ്റെ ഫീസ് കൊടുത്തില്ലല്ലോ, വാടക കൊടുത്തില്ലല്ലോ, കർത്താവേ, രോഗമുണ്ടല്ലോ, ഈ കടം ഞാൻ എങ്ങനെ വീട്ടും? ഇങ്ങനെ 100 പ്രശ്നങ്ങൾ ഉള്ളിൽ വന്ന് തിങ്ങുമ്പോഴാണ് പലപ്പോഴും ചിലർ ദീർഘശ്വാസം വിട്ടു എന്ന് പറയാറുണ്ട് അല്ലേ? നെടുവീർപ്പ്. ഞാൻ പറയട്ടെ, ആ നെടുവീർപ്പ് പോലും കാണുന്നവനാണ് യേശു. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗലീല കടലിൽ ഗന്നസരത്ത് തടാകത്തിൽ പത്രോസും കൂട്ടാളികളും വല വീശി, ഒന്നും കിട്ടിയില്ല. ഞാൻ ചിന്തിക്കുന്നത്, യേശു ക്രിസ്തു ജനത്തോട് പത്രോസിന്റെ പടകിലിരുന്ന് സംസാരിച്ചപ്പോൾ പത്രോസ് നെടുവേർപ്പെട്ട് കാണുമായിരിക്കും. അങ്ങനെയൊന്നും വചനത്തിൽ എഴുതിയിട്ടില്ല. തെറ്റല്ലാത്ത ഭാവനകൾ. കാരണം സാധ്യതയുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായും മാനുഷികമായും നമ്മളെല്ലാവരും അല്പം വിഷമിക്കും ഇല്ലേ? വിഷമിക്കാറുണ്ട്, വിഷമിച്ച് പോകും. അയ്യോ, ഇന്ന് ഒരാൾ പൈസ തരാമെന്ന് പറഞ്ഞു, ആ പൈസ തന്നിട്ട് വേണം ബാങ്കിലൊന്ന് അടയ്ക്കാൻ, കിട്ടിയില്ല, കിട്ടാൻ സാധ്യതയില്ല എന്ന് കേൾക്കുമ്പോൾ ഒന്ന് നെടുവേർപ്പെട്ടു പോകും അല്ലേ? ഇങ്ങനെ എത്ര കാര്യങ്ങൾ ശിമോൻ പത്രോസ് നെടുവേർപ്പിട്ട് കാണുമായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ആ നെടുവേർപ്പ് പോലും യേശു കേട്ടു. ആ നെടുവേർപ്പ് പോലും യേശുവിൻ്റെ ചെവിയിലെത്തി. മകനെ, പ്രിയമകളെ, നീ കരയുന്ന വാക്കുകൾ മാത്രമല്ല, നിന്റെ കരച്ചിലെ ശബ്ദം മാത്രമല്ല, നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം മാത്രമല്ല, പ്രാർത്ഥനയുടെ വാക്കുകൾ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ചില ദുഃഖങ്ങളും വേദനകളും പോലും തിരിച്ചറിയുന്നവനാണ് യേശു. യേശുവിന് ഭയങ്കര സെൻസിങ് കപ്പാസിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാവം പോലും യേശു തിരിച്ചറിയും. ഞാൻ 100 അനുഭവങ്ങൾ കൊണ്ടാണ് പറയുന്നത്. ഇപ്പോഴത്തെ മാത്രമല്ല, പണ്ടത്തെയും. ചില സമയങ്ങളിൽ മനസ്സ് നൊന്ത് നീറി സങ്കടപ്പെട്ട് വിഷമിച്ച് ഇരുന്ന സമയങ്ങളിലല്ല, ഞാൻ ആരോടും പറയാതിരുന്ന ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ദാസന്മാരിലൂടെയും വചനത്തിലൂടെയും എല്ലാം എന്നോട് ഇടപെട്ടത്. ഞാൻ പൊട്ടി കരഞ്ഞ് ആ വേദനകൾ ഉള്ളിൽ നിന്നെല്ലാം ഒഴുകിപ്പോയത് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. എൻ്റെ യേശുവിനോട് എനിക്ക് സ്നേഹമാണ്. എൻ്റെ യേശുവിനോട് എനിക്ക് ഭയങ്കര അടുപ്പമാണ്. ആരും നിർബന്ധിച്ചിട്ടല്ല. ഞാൻ 2020 കർത്താവിന് സ്തോത്രം, ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ചായി ലോകത്തിലുള്ള എല്ലാ സഭകളെയും സ്നേഹിച്ച്, ലോകം മുഴുവനുള്ള യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളെയും ആദരിച്ചും സ്നേഹിച്ചും, ലോകത്തിലെവിടെയെങ്കിലും കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന സഭാഭേദമന്യേ, കക്ഷി പരിഗണനകളന്യേ,
സഭാ വ്യത്യാസമന്യേ യേശുക്രിസ്തുവിൻ്റെ മുഖത്തോട് വേല ചെയ്യുന്ന എല്ലാവരെയും ആദരിച്ചുകൊണ്ടും 2020 എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിൽ പകർന്നു തന്ന ഒരു സ്വർഗീയ തീ വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബത്തിലെ എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരും അനേകരും ഞങ്ങളോട് ചേർന്ന് പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഒരു പ്രാർത്ഥനായോഗം നടത്തിക്കൊണ്ടു പോകുന്നു. വേറെ ആരും നിർബന്ധിച്ചിട്ടല്ല, വേറെ ആരോടും മത്സരിക്കാനല്ല, വേറെ ആരോടും എതിർക്കാനല്ല. എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ കാഴ്ചപ്പാടിട്ട് തന്നു. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തെ ആസ്പദമാക്കി സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും ജാതിയിൽ നിന്നും വംശത്തിൽ നിന്നും എണ്ണിക്കൂടാത്ത അസംഖ്യം ജനം വെള്ളവസ്ത്രം ധരിച്ച് കയ്യിൽ കുരുത്തോല പിടിച്ച് ആ സിംഹാസനത്തിൽ വീണ് രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം ദാനം ദാനമെന്ന് ആർത്തു ഘോഷിക്കുന്ന ഒരു സംഘം. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വായിച്ചു. അതിലെഴുതിയിരിക്കുന്നു, ആർക്കും ഒരു മനുഷ്യനും എണ്ണിക്കൂടാത്ത ജനം. അത് ഒരു കൊച്ചു കൂട്ടായ്മയിൽ തീരുമോ? ഒരു കൊച്ചു സഭയിലെ കാര്യമാണോ പറഞ്ഞത്? ഇന്ന് മനുഷ്യർ വിചാരിക്കുന്നു എൻ്റെ കൂട്ടായ്മയിലുള്ളവർ മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ. എന്തൊരു തരംതാണ് ദൈവികമല്ലാത്ത ചിന്തയാണത്. എൻ്റെ സഭയിലുള്ളവരെ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കുന്നത് ദൈവവിരോധമാണ് പറയുന്നത്. അങ്ങനെ ഇടുങ്ങിപ്പോകരുത്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെടുന്നത് യേശുവിൻ്റെ തിരുരക്തത്താലാണ്. ആ തിരുരക്തത്താലാണ്. യേശുവിനെ സ്വന്തം രക്ഷിതാമൃതമായി സ്വീകരിക്കുമ്പോഴാണ്. ഇതിനെല്ലാം മുഖാന്തരം യേശുവും യേശുവിൻ്റെ രക്തവുമാണ്. ഈ ഭൂമിയിൽ ഒരു വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ, ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ അതിന് പിന്നിൽ യേശുവിൻ്റെ നാമവും യേശുവിൻ്റെ രക്തവും വേണം. അപ്പോൾ പിന്നെ എന്താണ് വ്യത്യാസം കൂട്ടായ്മകൾ തമ്മിൽ? എല്ലാ കൂട്ടായ്മകളിലും സഭകളിലും പ്രസംഗിക്കുന്നത് യേശുവിനെയാണ്, ഒരു വ്യക്തിയെയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് യേശുവിനോടാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് യേശുവിൻ്റെ വരവിനാണ്. എല്ലാവരും പോകേണ്ട സ്വർഗത്തിലാണ്. പിന്നെ എന്തിന് ഈ അതിർവരമ്പുകൾ? ഈ വലിയ കാഴ്ചപ്പാടാണ് കർത്താവ് എൻ്റെ മേൽ നിക്ഷേപിച്ചത്. നിങ്ങൾക്കറിയാമോ, 2020 കോവിഡിൻ്റെ പ്രതിസന്ധികളിലൂടെ വേറെ അന്നുവരെയും പോയിക്കൊണ്ടിരുന്ന കൂട്ടായ്മയിൽ നിന്നും ഒന്നും അറിയാതെ പെട്ടെന്ന് ചില പ്രതിസന്ധികൾ വന്നു. ആ സമയങ്ങളിൽ ഹൃദയം പൊട്ടി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ, എങ്ങനെ മുന്നോട്ട് പോകണം? ഏത് വഴിയിലൂടെ പോകണം? എന്താണ് അടുത്ത ഭാവി? ഭൗതിക ഭാവിയെക്കുറിച്ച് അല്ല ചിന്തിച്ചത്. എന്താണ് അടുത്ത ആത്മീയ ഭാവി കർത്താവേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ മുറിയിൽ നെടുമ്പാട് വീണ് കരഞ്ഞപ്പോഴെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന കാഴ്ചപ്പാടാണത്. അന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നു. 2018 മുമ്പ്, ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ്, കേരളത്തിൽ ഉള്ള ഓരോ മനുഷ്യരോട് ചോദിച്ചാൽ പറയും, ഇത് എൻ്റെ സ്ഥലം, ഇത് എൻ്റെ ആധാരത്തിൽ കിടക്കുന്ന സ്ഥലം, ഇത് വരമ്പ് വെട്ടി വേർതിരിച്ചിരിക്കുന്ന എൻ്റെ പാടം. എല്ലാവരും അഭിമാനത്തോടെ അവനവൻ്റെ പാടത്തിൽ നിന്നുകൊണ്ട് പറയും, എൻ്റെ പാടം, എൻ്റെ കണ്ടം, എൻ്റെ കൃഷി, എൻ്റെ സ്ഥലം, ഇല്ലേ? പക്ഷെ 2018 വലിയ വെള്ളപ്പൊക്കം കേരളത്തിൽ വന്നപ്പോൾ ആരുടെ സ്ഥലവും കാണാനില്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആത്മാവ് എനിക്കെന്നൊരു ചിന്ത, മകനെ, പരിശുദ്ധാത്മാവ് എല്ലാ സഭകളിലും വെള്ളപ്പൊക്കം പോലെ വന്നാൽ സഭാഭേദമുണ്ടാകുകയില്ല. എന്തുകൊണ്ടാണ് എൻ്റെ കൂട്ടായ്മ, എൻ്റെ സഭ എല്ലാവരും ഇങ്ങനെ എൻ്റെ എന്ന് പറഞ്ഞ് സ്വാർത്ഥരാകാൻ കാരണം? പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാത്തതുകൊണ്ടാണ്. വെള്ളത്തിൻ്റെ നിറവില്ല. വെള്ളം വന്ന് നിറഞ്ഞാൽ വരമ്പ് പോകും, അതിർത്തികൾ പോകും. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ അതിർത്തികളില്ല. ക്രിസ്തു അതിർത്തി വെച്ചില്ല. സ്നേഹത്തിന് അതിർത്തി വെച്ചില്ല. ക്രിസ്തു എല്ലാവരെയും സ്നേഹിച്ചു. ക്രിസ്തു യഹൂദന്മാരെ സ്നേഹിച്ചു. ക്രിസ്തു ശമര്യരെ സ്നേഹിച്ചു. ക്രിസ്തു മുക്കുവത്തൊഴിലാളികളെ സ്നേഹിച്ചു. ക്രിസ്തു പട്ടണത്തിലേക്ക് പാപിനിയായവളെ സ്നേഹിച്ചു. ക്രിസ്തു പഴയകാലം നോക്കിയില്ല. ക്രിസ്തു പരീശപ്രമാണികളെ സ്നേഹിച്ചു. എല്ലാവരെയും സ്നേഹിച്ചു. ക്രിസ്തു മന്ത്രിമാരെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു പള്ളിപ്രമാണികളെ സ്നേഹിച്ചു. ആരെയും വെറുക്കുന്നില്ല. കൃപയാൽ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ കർത്താവ് ഞങ്ങൾക്ക് തന്നൊരു കാഴ്ചപ്പാട്, ഞങ്ങൾ ഒരു കൂട്ടായ്മയെ എതിർക്കുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാ കൂട്ടായ്മകളിലുള്ളവരെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുന്നവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അല്ല പ്രിയരെ, യേശുവിനെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുന്നു. കാരണം അവരും യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജാതി മത വർണ്ണ വർഗ ഭേദമന്യേ, സഭാഭേദമന്യേ ഞങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നു. കാരണം യേശുക്രിസ്തു ജനിച്ചപ്പോൾ പറഞ്ഞത്, സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നാണ്. എല്ലാവരെയും സ്നേഹിക്കാം.
എല്ലാവരെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ കാണാം. സ്വന്തം കണ്ണിലൂടെയല്ല, സ്വന്തം ജഡീക കണ്ണിലൂടെയല്ല, ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ, ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹത്തിലൂടെ, ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിലൂടെ കാണുമ്പോൾ എല്ലാവരോടും സ്നേഹം. ചില കൂട്ടായ്മക്കാർ പരസ്പരം കാണുമ്പോൾ മുഖം മറച്ചു കളയും. അത് ദൈവീകമല്ല പ്രിയരെ, ഒട്ടും ദൈവീകമല്ല. കർത്താവിന് സ്തോത്രം. ചിലർക്ക് കൈ കൊടുക്കുമ്പോൾ കൈ തരികയില്ല, കൈ ചുറ്റിപ്പിടിക്കും. അല്പം പോലും ദൈവീകമല്ല. ദൈവത്തിന് സ്തോത്രം. ചിലർ മുഖം മറച്ചു കളയും, ചിലർ ചിരിക്കുകയില്ല, ചിലർ ചിരിക്കാൻ പോലും പേടി. എന്ത് പേടി! എൻ്റെ പ്രിയരെ, ദൈവസ്നേഹമുള്ളവർക്ക് അങ്ങനെ വരികയില്ല. എൻ്റെ കർത്താവിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ അത് പറഞ്ഞത് എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയും എൻ്റെ കർത്താവിൻ്റെ ദൈവമക്കളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ദൈവത്തിന് ഞങ്ങൾ മൂവാറ്റുപുഴ കേന്ദ്രമായി ഈ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് പ്രവർത്തിക്കുന്നു. പക്ഷേ ഞാൻ മൂവാറ്റുപുഴയിലെ എല്ലാ ചർച്ചകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എല്ലാ കൂട്ടായ്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹം കർത്താവെ, മൂവാറ്റുപുഴ മുഴുവൻ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയണം. അതും പോരാ, എറണാകുളം ജില്ല, കേരള സംസ്ഥാനം പോരാ, ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും, അതും പോരാ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എല്ലാ വൻകരകളും ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടണമെന്നുള്ള വിശാലത. യബ്ബേസിന് വിശാലത കൊടുത്തതുപോലെ കർത്താവ് ഞങ്ങൾക്ക് വിശാലത തന്നു. ഇടുക്കമില്ല. ഞങ്ങളുടെ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രാർത്ഥനാ യോഗത്തിന് ആർക്കും കടന്നു വരാം. നിങ്ങൾ പിന്നെയും വരണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കുകയില്ല. നിങ്ങൾ ഒരാഴ്ച വന്നു, പിറ്റേ ആഴ്ച വന്നില്ലെന്ന് ചോദിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് തേടി എന്താ വരാത്തതെന്ന് ചോദിച്ച് ഇങ്ങനെ കുറേ ശല്യം ചെയ്യുമൊന്നുമില്ല. ഇല്ല, സ്വാതന്ത്ര്യത്തോടെ വരാം. ഇന്ന് വന്നു നാളെ വന്നില്ലേ, കുഴപ്പമില്ല. നാളെ വന്നോ നാളെ കഴിഞ്ഞ് വന്നോ, അതിനും കുഴപ്പമില്ല. ഞങ്ങളതൊന്നും അല്ല നോക്കുന്നത്. ഞങ്ങളുടെ ആകപ്പാടെയുള്ള ഒരു ചിന്ത, കാൽവറിയിലെ സ്നേഹത്തെ ജനം കാണണം. കാൽവറി ക്രൂശിൽ കർത്താവ് ഒഴുക്കിയ തിരുരക്തത്താൽ ജനം രക്ഷിക്കപ്പെടണം, ദൈവരാജ്യത്തിന് അവകാശികളായിത്തീരണം, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് വളരണം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഹൃദയത്തിലെ സങ്കടങ്ങളും വേദനകളും മാത്രമല്ല, നല്ല ആഗ്രഹങ്ങൾ കാണുന്ന ഒരു യേശുവുണ്ട്, നല്ല ആഗ്രഹങ്ങൾ അറിയുന്ന ഒരു യേശു. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കർത്താവ് തന്ന ഈ കാഴ്ചപ്പാട് അത് ഈ മൂവാറ്റുപുഴ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല. അല്ലെങ്കിൽ ഒരു കൊച്ചു പ്രാർത്ഥനാ ഹോളിൽ ഒതുങ്ങി നിൽക്കുകയില്ല. അത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തന്നതാണെങ്കിൽ ഇത് ലോകം മുഴുവൻ ഇത് പരക്കും. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും പരക്കും. ഞാൻ പബ്ലിക്കായിട്ടല്ലേ ഇത് നിങ്ങളോട് പറയുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ കാഴ്ചപ്പാട് തന്നത് ആരാണെന്ന്. കർത്താവിൻ്റെ സ്തോത്രം. എനിക്ക് ഒരു കൂട്ടായ്മക്കാരോടും അകൽച്ചയില്ല, ഒരു ചർച്ചിലുള്ളവരോടും അകൽച്ചയില്ല, ഒരു സഭയിലുള്ളവരോടും അകൽച്ചയില്ല, ഒരു മതത്തിലുള്ളവരോടും അകൽച്ചയില്ല. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. സത്യമാണ് ഞാൻ അത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയാം, ക്രിസ്തുവിൻ്റെ ആർദ്രതയാൽ നിറയാം, ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാവനേരെ ഒരുക്കാം, ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം. അതിനിടയാകട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.